നാളെ ഓണത്തിന് ഒരു കിടിലൻ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് പ്ലാൻ ഇട്ടാൽ മതിയോ? പോരാ. ഇഞ്ചി, കറിവേപ്പില, വെളിച്ചെണ്ണ ഇതെല്ലാം തീർന്നു പോയാൽ എന്ത് ചെയ്യും? ഗ്യാസ് തീർന്നു പോയാൽ എന്ത് ചെയ്യും? പെട്ടെന്നൊരു 4 ആളുകൾ, അതായത് വിരുന്നുകാർ കൂടി വന്നാൽ എന്ത് ചെയ്യും? ഈ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കയ്യിലുണ്ടെങ്കിലേ ആ സദ്യ ഒരു വിജയകരമാവും. ഇതുപോലെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങും. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാമ്പത്തിക വിജയത്തിൻ്റെ 2 രഹസ്യ ചേരുവകളെക്കുറിച്ചാണ്. ഈ 2 സാധനങ്ങളും കയ്യിലുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ഏത് കൊടുങ്കാറ്റിലും ഉലയാതെ നിൽക്കും, ഞാൻ ഗ്യാരണ്ടി. നമ്മളിൽ പലരും ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇന്നത്തെ ശമ്പളം, ഇന്നത്തെ ചിലവ്, ഇന്നത്തെ സാഹചര്യങ്ങൾ എല്ലാം വെച്ച് നാളത്തേക്കുള്ള ഒരു കണക്ക് കൂട്ടുകയാണ്. പക്ഷേ ഇവിടെയാണ് നമുക്ക് തെറ്റുന്നത്. നാളെ എന്നത് ഇന്നിൻ്റെ ഒരു കോപ്പിയല്ല. നാളെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഉദാഹരണത്തിന്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കൊറോണ വന്നില്ലേ? അതേപോലെ എത്ര പേരുടെ ജോലിയാണ് പോയത്? എത്ര പേരുടെ ബിസിനസ്സാണ് പൂട്ടിയത്? അതുപോലെ നമുക്കോ നമ്മുടെ വീട്ടുകാർക്കോ ഒരു അസുഖം വരാം, അല്ലെങ്കിൽ കല്യാണം, വീടുപണി പോലുള്ള ചിലവുകൾ വരാം. നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ ഒരു കരിങ്കല്ല് പോലെ ഉറച്ചതാണെങ്കിൽ ഇതുപോലുള്ള ചെറിയ തട്ട് കിട്ടുമ്പോൾ തന്നെ അത് പൊട്ടിത്തകരില്ല. എന്നാൽ അതൊരു റബ്ബർ ബാൻഡ് പോലെ വഴക്കമുള്ളതാണെങ്കിലോ, എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിന് അനുസരിച്ച് വലിയാൻ സാധിക്കും, എന്നിട്ട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചോദ്യം ചോദിക്കുക, വാട്ട് ഇഫ്, അഥവാ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചാൽ എന്ത് ചെയ്യും? എൻ്റെ വരുമാനം പകുതിയായാൽ ഈ പ്ലാൻ വർക്കാകുമോ? പെട്ടെന്നൊരു 5 ലക്ഷം രൂപയുടെ ആവശ്യം വന്നാൽ എൻ്റെ കയ്യിൽ വഴികളുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ എമർജൻസി ഫണ്ട്. ഇനി രണ്ടാമത്തെ ചേരുവ, ദീർഘകാല ചിന്ത. പെട്ടെന്ന് കിട്ടുന്ന ചെറിയ ലാഭങ്ങൾ പിന്നാലെ പോകാതെ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനെയാണ് ദീർഘകാല ചിന്ത എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു സ്ഥലം വാങ്ങാൻ അവസരം കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇപ്പോൾ ഇത് വാങ്ങിയാൽ അടുത്ത വർഷം ഇരട്ടി വിലയ്ക്ക് വയ്ക്കാം. അതൊരു ചെറിയ കാലത്തേക്കുള്ള ചിന്തയാണ്. എന്നാൽ ദീർഘകാല ചിന്തയുള്ള ഒരാൾ ചിന്തിക്കുന്നത്, ഇതിപ്പോൾ വാങ്ങിയാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ എൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിനോ ഇത് ഉപകാരപ്പെടും. ഈ ചിന്ത നമ്മളെ അനാവശ്യമായ എടുത്തുചാട്ടങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ സാമ്പത്തിക പദ്ധതി ഒരു വഴിയാത്രക്കാരൻ്റെ കയ്യിലുള്ള ഗൂഗിൾ മാപ്പ് പോലെയാകരുത്, മറിച്ച് ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റന് കയ്യിലുള്ള കോമ്പസ് പോലെയാകണം. വഴിയിൽ തടസ്സങ്ങളുണ്ടാകാം, കാറ്റും കോളും വരാം, പക്ഷേ ലക്ഷ്യസ്ഥാനം എവിടെയാണെന്ന് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ ഏത് വഴിയിലൂടെയും നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്തായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.